നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് VLOOKUPനെ കുറിച്ചിട്ടാണ്. VLOOKUP എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു റേഞ്ചിലുള്ള ഒരു ഡാറ്റയിലെ ഫസ്റ്റ് കോളത്തിലെ വാല്യൂവിന് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള വാല്യൂസ് മറ്റു കോളങ്ങളിലുണ്ടെങ്കിൽ അത് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ VLOOKUP യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇവിടെ കുറച്ച് നെയിംസ് ഉണ്ട്. ഈ നെയിംസിൽ നിന്ന് ഞാനൊരു കുറച്ച് നെയിംസ് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. അവരുടെ ഏജ് ആൻഡ് എംപ്ലോയി കോഡ് എങ്ങനെ കിട്ടുക എന്നുള്ളത് നമുക്ക് VLOOKUPലൂടെ നോക്കാം. ഇസ് ഈക്വൽ ടു VLOOKUP ഫോർമുല ഇട്ട് അതിൻ്റെ അകത്ത് ലുക്കപ്പ് വാല്യൂ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് വാല്യൂവിൻ്റെ കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റ ആണ് കിട്ടേണ്ടത്. അപ്പോൾ ആ വാല്യൂ ആണ് നമ്മൾ ഫസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ വാല്യൂ നമ്മൾ ഇവിടെ ഫാസ്റ്റിൽ നിന്ന് ആ ഒരു സെല്ല് നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക് ഇവിടെ H4 വന്നത് കണ്ട. നെക്സ്റ്റ് ഈ ഫോർമുലയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോമഡാണ്. ഓക്കെ, കോമിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഇനി ടേബിൾ അറേ, അതായത് ഏത് ടേബിളിൽ നിന്നാണ് നമുക്ക് ഈ ഡാറ്റ വേണ്ടത് ആ ഒരു അറേ ഫുള്ളായിട്ട് നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, സെലക്ട് ചെയ്തു. ഇത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അബ്സല്യൂട്ട് ആക്കണം. അതായത് ഇതിൻ്റെ മുന്നേ നമ്മളൊരു ഡോളർ സിമ്പിൾ ആഡ് ചെയ്യണം. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളിത് ഈ ഒരു ഇക്വേഷൻ താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ, അതായത് താഴേക്ക് ഇത് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ സെൽ റെഫറൻസ് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അബ്സല്യൂട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് കോമട്ട് കോളം ഇൻഡെക്സ് നമ്പർ. അപ്പോൾ ഈ ഒരു ഏജ് എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഈ ഏജ് എന്നുള്ളത് ഇതിൽ എത്രാമത്തെ കോളാണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നെയിം ഏജ് ഇത് 1 2, അപ്പോൾ രണ്ടാമത്തെ കോളാണ്. അപ്പോൾ നമ്മൾ കോളം ഇൻഡെക്സ് നമ്പർ 2 സെലക്ട് ചെയ്തു, കോമ. നെക്സ്റ്റ് റേഞ്ച് ലുക്കപ്പ്, അത് എക്സാക്റ്റ് മാച്ച് വേണോ അതോ അപ്രോക്സിമേറ്റ് മാച്ച് വേണോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എക്സാക്റ്റ് മാച്ച് തന്നെ വേണം. അതിന് ഫാൾസ് എന്ന് കൊടുക്കാം. ഈ ഫാൾസ് എന്ന് കൊടുക്കുന്നതിന് പകരം നമുക്ക് 0 കൊടുത്താലും കുഴപ്പമില്ല. ഓക്കെ, ഇനി ബ്രാക്കറ്റ് നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഫാസിൽ എന്നതിന് 29. ഓക്കെ, നമുക്ക് കിട്ടിയത് കണ്ടോ. നെക്സ്റ്റ് ഇതേപോലെ തന്നെ നമുക്ക് എംപ്ലോയി കോഡും കൂടി എങ്ങനെ കിട്ടുക നോക്കാം. ഇസ് ഈക്വൽ ടു VLOOKUP ലുക്കപ്പ് വാല്യൂ. ഓക്കെ, കോമട്ട് ടേബിൾ അറേ നമ്മൾ സെലക്ട് ചെയ്തു. അത് നമ്മൾ അബ്സല്യൂട്ട് റെഫറൻസ് ആക്കി. നെക്സ്റ്റ് കോളം ഇൻഡെക്സ് നമ്പർ, ഇവിടെ നമ്മൾ 1 2 3 മൂന്നാമത്തെ നമ്പറാണ്. ഓക്കെ, കോമട്ട് 0. ഓക്കെ, അപ്പോൾ അവരുടെ എംപ്ലോയി കോഡും നമുക്ക് കിട്ടി. ഇനി ഈ ഒരു ഡാറ്റ നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് കോപ്പി എടുത്ത് താഴേക്ക് പേസ്റ്റ് ചെയ്താൽ ഓരോരുത്തരുടെയും ഡാറ്റ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് VLOOKUPൻ്റെ നോർമലായിട്ടുള്ള ഒരു യൂസേജ്, എങ്ങനെയാണ് VLOOKUP ചെയ്യാമെന്നുള്ളത്. ഡാറ്റ വാലിഡേഷൻ ആഡ് ചെയ്താൽ നമുക്ക് ഇതേപോലെ സെലക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക് അവരുടെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഈ ഡാറ്റ വാലിഡേഷൻ ആഡ് ചെയ്തിട്ട് VLOOKUP എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ഡാറ്റയിൽ പോവാം, ഡാറ്റയിൽ ഡാറ്റ വാലിഡേഷൻ കൊടുക്കുക, അതിൽ ലിസ്റ്റ്. അപ്പോൾ നമ്മൾ ലുക്കപ്പ് ചെയ്യേണ്ട വാല്യൂസ് എല്ലാം നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, സെലക്ട് ചെയ്തിട്ട് ഓക്കെ പ്രസ് ചെയ്തു. ഇനി നമ്മൾ ഇതിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇക്വേഷൻ കൊടുക്കുക. VLOOKUP ലുക്കപ്പ് വാല്യൂ ടേബിൾ അറേ കോമ കോളം ഇൻഡെക്സ് നമ്പർ 2 VLOOKUP ലുക്കപ്പ് വാല്യൂ ടേബിൾ അറേ 3. നമുക്ക് ഇതേപോലെ ഈ ലിസ്റ്റിൻ്റെ അകത്ത് നിന്ന് ഓരോന്നിങ്ങനെ സെലക്ട് ചെയ്താൽ മതി. നേരത്തെ ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നും ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കണമായിരുന്നു. ഇത് നമുക്ക് ഒറ്റ സെല്ലിൽ തന്നെ എല്ലാ ഡാറ്റയും നമുക്ക് കിട്ടും. VLOOKUPൻ്റെ നെക്സ്റ്റ് ഒരു പ്രോസസ്സിങ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് കുറച്ചും കൂടി എളുപ്പമാക്കുന്ന രീതിയിൽ ഈ ഒരു ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു ടേബിൾ ആക്കുക. Ctrl+T പ്രസ് ചെയ്തിട്ട് അത് ടേബിളാക്കി. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ടേബിളിന് നമുക്ക് ജസ്റ്റ് ഒരു പേര് കൊടുക്കാം. റിവ്യൂ ഡിസൈൻ ടാബിൽ പോയാൽ അതുണ്ടാവും ടേബിളിന് ജസ്റ്റ് ഒരു EMP എന്ന് കൊടുക്കും.
ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഡാറ്റ വാലിഡേഷനിൽ പോയി ലിസ്റ്റ് നമുക്ക് ലുക്കപ്പ് ചെയ്യേണ്ട ഡാറ്റ സെലക്ട് ചെയ്തു. ഓക്കെ. ഇനി നമ്മളിവിടെ ഇക്വേഷൻ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് VLOOKUP വാല്യൂ കൊടുത്തു. ഈ ടേബിൾ വരെ നമ്മൾ നേരത്തെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത് ഫുള്ള് പോയിട്ട് സെലക്ട് ചെയ്യലായിരുന്നു. ഓക്കെ. അപ്പോൾ ഇത് ഒരു ഡാറ്റ ഇതിപ്പോൾ കുറച്ച് ഡാറ്റയേ ഉള്ളൂ. നമുക്ക് കുറേ വലിയ ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ഫുള്ള് ഇരുന്ന് സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ ഒരു ഡാറ്റ ഓൾറെഡി ടേബിൾ ആക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടേബിളിൻ്റെ പേര് ഇപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ത് EMP എന്ന് പറഞ്ഞിട്ട് ആ EMP സെർച്ച് ചെയ്താൽ ഇവിടെ ഓട്ടോമാറ്റിക് ആ EMPൻ്റെ പേരും അതേപോലെ ആ ടേബിളിൻ്റെ ചിത്രമായിട്ട് വന്നിട്ടുണ്ടാവും. നമ്മൾ അത് സെലക്ട് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് കോളം ഇൻഡെക്സ് നമ്പർ അത് നമുക്ക് എത്രാമത്തെയാണ്? രണ്ടാമത്തെയാണ് ഏജിൽ വേണ്ടത്. ഓക്കെ. 0. നെക്സ്റ്റ് അതേപോലെ തന്നെ VLOOKUP ലുക്കപ്പ് വാല്യൂ പേര് ടേബിളിൻ്റെ പേര് സെലക്ട് ചെയ്തു 3. ഓക്കെ. ഇതാണ് നമുക്ക് ഡാറ്റ ടേബിൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് VLOOKUP ഫംഗ്ഷൻ ഒന്നും കൂടി ഈസി ആയിരിക്കും. VLOOKUPൻ്റെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മളിപ്പോൾ ഇനി പഠിക്കാൻ പോകുന്നത്. പിന്നെ ഈ ഡാറ്റയെ നമ്മൾ ടേബിളാക്കി ഇനി ടേബിളിന് നമ്മളൊരു പേര് കൊടുക്കുക. ഡിസൈൻ EMP2 കൊടുക്കാം. ഓക്കെ. ഡാറ്റ പോവുക, ഡാറ്റ വാലിഡേഷൻ ലിസ്റ്റ് നമുക്ക് ഏത് വാല്യൂ ആണ് വേണ്ടതെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ. ഇവിടെ നിന്ന് നമ്മൾ ഇക്വേഷൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ VLOOKUP കൊടുത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ലുക്കപ്പ് വാല്യൂ സെലക്ട് ചെയ്ത് ടേബിൾ വരെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ EMP ഇത് EMP2 ആണ് നമ്മളിപ്പോൾ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കൊടുത്ത് ഇപ്പോൾ സെലക്ഷൻ ഇവിടെ ഓട്ടോമാറ്റിക് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമ്മൾ മുമ്പത്തെ ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ കോളം ഇൻഡെക്സ് നമ്പർ ഒന്നാമത്തെ ആണോ രണ്ടാമത്തെ ആണോ മൂന്നാമത്തെ ആണോ എന്നുള്ളത് നമ്മൾ ഇങ്ങനെ എണ്ണിയിട്ട് അതായത് 1 2 3 4 അങ്ങനെ എണ്ണിയിട്ടായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇനി ഇതിൽ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ അത് ആദ്യം നമുക്ക് അതെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഓക്കെ. അപ്പോൾ അതിന് ഈ ഒരു ഡാറ്റ മൊത്തം നമ്മൾ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഫോർമുലയിൽ പോയിട്ട് ക്രിയേറ്റ് ഫ്രം സെലക്ഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തിട്ട് ഇവിടെ ഈ ലെഫ്റ്റ് കോളം എന്നുള്ളത് ടിക്ക് ഒഴിവാക്കുക, ടോപ്പ് റോ മാത്രം കൊടുത്താൽ മതി. ഓക്കെ. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. ഇനി അതിനുശേഷം നമ്മൾ ഇക്വേഷനിലേക്ക് വരാം. ഓക്കെ. VLOOKUP ലുക്കപ്പ് വാല്യൂ കൊടുത്ത് നെക്സ്റ്റ് ടേബിൾ വരെ EMP നമ്മൾ EMP2 കൊടുത്ത് നെക്സ്റ്റ് കോളം ഇൻഡെക്സ് നമ്പറിൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു കോളത്തിൽ ഏജ് ആണ് വേണ്ടത് ആണല്ലോ. നേരത്തെയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 3 4 ആ ഒരു ഇത് എണ്ണിയിട്ട് നമ്മൾ കൊടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കോളം സെലക്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മളോട് റെഫറൻസ് ചോദിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു എന്ത് റെഫറൻസാണ് വേണ്ടത്? ഏജ് ആണ് വേണ്ടത്. ഇതിൽ നമ്മൾ ഏജ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പേര് ക്രിയേറ്റ് ഫ്രം സെലക്ഷനിൽ കൊടുത്തുകൊണ്ട് ഏജ് അവിടെ വന്നിട്ടുണ്ട്. ആ ഏജ് സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, കോമ 0. ഓക്കെ. എൻ്റർ. 27 വന്നിട്ടുണ്ടോ? ഇനി ഇതേ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക. ഓക്കെ. ഇനി ഈ ഏജ് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? എംപ്ലോയി കോഡ് കൊടുത്താൽ മതി. ഓക്കെ. ഇനി ഇവിടെ ഏജിൻ്റെ അവിടെ നമുക്ക് എന്താ വേണ്ടത്? ഡെസിഗ്നേഷൻ ആണ് വേണ്ടത്. അത് സെലക്ട് ചെയ്തു. ഓക്കെ. കണ്ടോ? ഇതാണ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് VLOOKUPൻ്റെ. അപ്പോൾ ഇത് എന്തിനെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിപ്പോൾ നമുക്ക് കുറച്ച് ഡാറ്റ ഉള്ളൂ. നമ്മൾ കുറേ ഡാറ്റ ഉണ്ട് എന്ന് കരുതുക. അപ്പോൾ ഇതിലിപ്പോൾ കുറച്ച്
കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലും കൂടുതൽ നമുക്ക് ഇങ്ങോട്ടേക്ക് കുറേ ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡ് പ്രകാരം ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് വെറും പേരും ഈ ഒരു ബ്ലഡ് ഗ്രൂപ്പ് മാത്രം മതി എന്ന് വെക്കാം. അപ്പോൾ നമ്മൾ ഇതിനെ ആദ്യം ടേബിളാക്കി Ctrl+T, എന്നിട്ട് ഡിസൈനിൽ പോയിട്ട് നമ്മൾ അതിൻ്റെ പേര് നമ്മൾ EMP3 കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കൊരു പേര് സെലക്ട് ചെയ്ത് ഫാസ്റ്റ്. ഇതിനെ ക്രിയേറ്റ് ഫ്രം സെലക്ഷൻ. ഇതിപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് എത്ര ഡാറ്റ ഉണ്ടെങ്കിലും ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് ഈ ഫോർമുലയിൽ പോയിട്ട് ക്രിയേറ്റ് ഫ്രം സെലക്ഷൻ കൊടുത്താൽ മതി. എന്നിട്ട് ഈ ടോപ്പ് റോ മാത്രം സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൽ VLOOKUP ടേബിൾ അറേ എംപ്ലോയി 3 എന്നുള്ളതാണ് നമ്മളെ ടേബിൾ അറേ. ഓക്കെ, ഇനി നമുക്കിതിൽ ബ്ലഡ് ഗ്രൂപ്പാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കോളം ഇൻഡെക്സ് കോളം എടുത്ത് അതിൽ റെഫറൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് നോക്കാം. ഓക്കെ, അത് വന്ന് ഇനി കോമ ഇടുക. എക്സാക്ട് മാച്ചിന് നമ്മൾ 0 കൊടുത്താൽ മതി, ഫാൾസിന് വരും. ഓക്കെ, ഇങ്ങനെ ഉണ്ടോ. ഇനി നമുക്ക് ഇയാളുടെ സാലറി ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ബ്ലഡ് ഗ്രൂപ്പ് എന്നുള്ളിടത്ത് മാറ്റിയിട്ട് സാലറി കൊടുത്താൽ മതി. ഇത് എന്തിനെ സംബന്ധിച്ചാൽ നമ്മൾ ഇത്രയും കുറേ ഡാറ്റ, കുറേ കോളംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ VLOOKUP ചെയ്യുന്ന സമയത്ത് 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കണം. ഇത് ഈ ഒരു മെത്തേഡ് പ്രകാരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഹെഡിങ് മാത്രം മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, താങ്ക് യു.